റൂമിലുള്ളവർക്ക് ബിഗ് ബോസ് ഒരു 8ന്റെ പണിയാണ് ലൈവിൽ കൊടുത്തത്. നമ്മൾ ഇന്നലെ തന്നെ പ്രമോ കണ്ടിരുന്നു. പവർ റൂമിലുള്ളവര് അവരുടെ അധികാരം മിസ്യൂസ് ചെയ്യുന്നത്. അവര് ഡോറുകൾ തുറക്കൂ, ഡോറുകൾ അടയ്ക്കൂ, ഓപ്പൺ ചെയ്യൂ, ക്ലോസ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ പ്രമോ കണ്ടതാണ്. ലൈവ് കണ്ടവരെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. വെറുതെ നിന്ന് അവരവിടെ നിന്ന് ഡോർ ക്ലോസ് ചെയ്യൂ, മെയിൻ ഡോർ ക്ലോസ് ചെയ്യൂ, പവർ റൂമിന്റെ ഡോർ ക്ലോസ് ചെയ്യൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പറച്ചിൽ സിബിനും ശരണ്യായിരുന്നു അതിൽ മുൻപന്തിയിൽ നിന്നിരുന്നത്. അവരവിടെ അധികാരദണ്ഡൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ബിഗ് ബോസിനോട് ഓരോ ക്യാമറ നോക്കിയിട്ട് ക്ലോസ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തായാലും ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടില്ല. അവർക്കൊരു അധികാരമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഏത് നേരം ക്ലോസ് ചെയ്യൂ, തുറക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് അത് ഇഷ്ടപ്പെട്ടില്ല. ബിഗ് ബോസിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അവർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പവർ റൂമിന്റെ ഡോറും മെയിൻ ഡോറും അങ്ങ് ക്ലോസ് ചെയ്ത് കളഞ്ഞു. പിന്നീട് എങ്ങനെയൊക്കെ കെഞ്ചിയിട്ടും ബിഗ് ബോസ് വാതിൽ തുറന്നില്ല. ആ സമയത്ത് സിബിനും ശരണ്യും എല്ലാവരും ബിഗ് ബോസിന്റെ അടുത്ത് സോറി പറയുന്നുണ്ടായിരുന്നു. ഋഷിയൊക്കെ പുറത്തു നിന്ന് ബിഗ് ബോസെ സോറി, ഞങ്ങൾ മിസ്യൂസ് ചെയ്തു എന്നറിയാം, ഞങ്ങൾക്ക് അറിയാതെ പറ്റിപ്പോയതാണ്, ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല, ഞങ്ങളുടെ അധികാരം ഞങ്ങളൊന്ന് പരിശോധിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിൽ സിബിൻ പറയുന്നതായിട്ട് നല്ല കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്, ഇവർ പവർ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നെക്സ്റ്റ് പവർ റൂം കയറുന്ന സമയത്ത് അവർക്ക് എങ്ങനെയൊക്കെ ഡോറുകൾ തുറക്കാൻ അടയ്ക്കാനൊക്കെ കഴിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഗബ്രി ഇവരെങ്ങാനും ബാത്റൂമിൽ പോകുന്ന സമയത്തൊക്കെ കയറി അങ്ങ് ഡോർ അടച്ചു കളഞ്ഞാലോ, അപ്പൊ അതൊക്കെ ചെയ്യുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് അതൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ സിബിൻ ഈ ഗെയിമല്ല ഇത് പറഞ്ഞ് കളിച്ചത്. ഇതിങ്ങനെ ചെയ്ത് സംഭവം സീരിയസ് ആയി. തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിൽ സംഭവം സീരിയസ് ആയി. ബിഗ് ബോസ് കയറി പവർ റൂമിന്റെ ഡോറും മെയിൻ ഡോറും അങ്ങ് ക്ലോസ് ചെയ്തു. അവസാനം പല രീതിയിലും ക്ഷമ ചോദിച്ചു നോക്കി. പലരും ക്ഷമ ചോദിച്ചു. പവർ റൂമിലുള്ള എല്ലാവരും പല രീതിയിലും ബിഗ് ബോസിന്റെ അടുത്ത് ക്ഷമ ചോദിച്ചു. എന്നിട്ടും ബിഗ് ബോസ് ഡോറ് തുറന്നില്ല. അവസാനം നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജിൻഡോ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് ക്യാപ്റ്റന്റെ അധികാരം ഉപയോഗിച്ച് പറയാണ്, പവർ റൂമിന്റെ ഡോർ തുറക്കുക, അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് വലിയൊരു ഫോൾട്ടാണ്, അവരെന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ബിഗ് ബോസ് അത് ക്ഷമിച്ചുകൊണ്ട് ഡോറ് തുറക്കൂ എന്ന് പറഞ്ഞപ്പോൾ, ക്യാപ്റ്റന്റെ അധികാരം ഉപയോഗിച്ച് പറഞ്ഞപ്പോൾ ഡോറ് തുറന്നിരിക്കുകയാണ്. എന്തായാലും പവർ റൂമിലുള്ളവർക്കാണ് സർവ്വാധികാരം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി, എന്തായാലും പവർ റൂമിൽ ഉള്ളവരെക്കാൾ അധികാരം കൂടുതൽ ക്യാപ്റ്റന് തന്നെയാണ്. ക്യാപ്റ്റന് തന്നെയാണ് വീടിന്റെ നിയന്ത്രണമെന്നും ക്യാപ്റ്റൻ പറഞ്ഞാലാണ് ബിഗ് ബോസ് കൂടുതൽ കാര്യങ്ങൾ അനുസരിക്കുന്നതെന്നും ക്യാപ്റ്റനാണ് പവർ റൂമിനെയും വീട്ടിലുള്ളവരെയും എല്ലാവരെയും നിയന്ത്രിക്കേണ്ടതെന്നും ഇതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ക്യാപ്റ്റന്റെ അധികാരം എന്തെന്ന് ഇത്രയും നാളും ആ വീട്ടിലുള്ളവർക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ക്യാപ്റ്റന്റെ അധികാരം എന്താണെന്ന് ഇന്ന് ബിഗ് ബോസ് അവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു.